നമസ്കാരം. താമസമെന്തേ വരുവാൻ എന്ന പാട്ട് കേൾക്കാൻ 27 തവണ ഭാർഗവീ നിലയം കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് പി ജയചന്ദ്രനാണ്. യേശുദാസിന്റെ ഏറ്റവും മികച്ച ഗാനം അതാണെന്നും പറയുന്നു അദ്ദേഹം. പാടിത്തുടങ്ങി ഇന്നുവരെ മലയാളത്തിൽ യേശുദാസിന് പകരക്കാരനില്ലെന്ന് പറയുന്നത് അതിശയോക്തിയല്ല. 1962 പുറത്തിറങ്ങിയ ഭാര്യ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട പാട്ടുകളിലൂടെയാണ് യേശുദാസ് തന്റെ ഹിറ്റുകളുടെ പട്ടിക തുടങ്ങുന്നത്. പിന്നെ ഇന്നുവരെ മലയാളിയുടെ ഉണർവിലും ഉറക്കത്തിലും ആ പാട്ടുകളുണ്ട്. യേശുദാസ് ശാസ്ത്രീയ, അർദ്ധശാസ്ത്രീയ ഗാനങ്ങളും ലളിതഗാനങ്ങളും ഏറെ പാടിയിട്ടുണ്ട്. പ്രണയവും ആഘോഷവും വിരഹവും ഭക്തിയുമൊക്കെ തുളുമുന്ന സിനിമാ ഗാനങ്ങളും ആൽബങ്ങളുമടക്കം 80,000-ലേറെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഇക്കാലത്തിനിടെ 7 തരം ശബ്ദങ്ങളിൽ 7 ശൈലിയിൽ യേശുദാസ് പാടിയിട്ടുണ്ടെന്ന് നിരീക്ഷണമുണ്ട്. ഏതുതരം പാട്ടിനും സംഗീത സംവിധായകർക്ക് ഉപയോഗിക്കാവുന്ന ഗായകൻ. 1961 നവംബർ 14 കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായി 21 വയസ്സുകാരനായ യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്തത്. പാടാൻ നിശ്ചയിച്ചിരുന്ന തട്ടുപൊളിപ്പൻ പാട്ട് പനി മൂലം പാടാനാകാതെ വന്നപ്പോൾ നിയോഗം പോലെ കൈവന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വിഖ്യാതമായ 4 വരി ശ്ലോകം ചൊല്ലി അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വാന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ആ വരിയുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് MB ശ്രീനിവാസനാണ്. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗ പിറവിയായിരുന്നു. തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് യേശുദാസ് പലപ്പോഴായി പങ്കുവച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. കാൽപ്പാടുകൾ എന്ന സിനിമയിലെ റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ MB ശ്രീനിവാസൻ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്ത P നായർക്കൊപ്പം പാടിയത്. പക്ഷേ ആ സിനിമ ഇറങ്ങാൻ 1 വർഷത്തോളം വൈകി. അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു. അപ്പച്ചന്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീറെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത്. കാൽപ്പാടുകൾക്ക് മുൻപേ തിയേറ്ററുകളിലെത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ആ ടൈറ്റിൽ സോങ് ആണ് എന്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത്. പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല. ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു കുട്ടിക്കാലത്ത് എന്റെ പഠനം. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിലുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. വരുമാനമൊന്നുമില്ല, ഒപ്പം വരാനും കഴിയില്ല. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത്. തങ്ങളുടെ ബാപ്പ തൈക്കാവ് തങ്ങളും എന്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു. പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് ഞാൻ തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നതെന്നായി ഡ്രൈവർ മത്തായി ചേട്ടൻ. കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 16 രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു. തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത്. 11 രൂപയായിരുന്നു ടിക്കറ്റിനെന്നാണ് എന്റെ ഓർമ്മ. എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല. മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു. മൈലാപ്പൂരിൽ ഒരു അമ്മാവന്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല. കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത്. ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിന്റെ ദിവസങ്ങളായിരുന്നു. ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയ സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ സാർ ദയ തോന്നിയാണ് 4 വരി പാടിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പഠിച്ചു പാടാനായി. റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് MBS തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് 10 വർഷം കഴിഞ്ഞ് പറയാമെന്നായിരുന്നു. പിന്നൊരിക്കൽ MB ശ്രീനിവാസൻ സാറിന്റെ വലിയൊരു ഉപദേശവും വഴികാട്ടിയായി. കുഞ്ചാക്കോയുടെ പാലാട്ട് കോമനിൽ ബാബുരാജ് സംഗീതം നിർവഹിച്ച് KS ജോർജ് ആലപിച്ച പാട്ടിന് കോറസ് പാടാൻ എന്നെ വിളിച്ചു. റിഹേഴ്സലിനൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ അതറിഞ്ഞപ്പോൾ കോറസ്
കോറസ് പാടാൻ പോകരുതെന്നും അതിൽ ഒതുങ്ങിപ്പോകുമെന്നും MP ശ്രീനിവാസൻ സാർ ഉപദേശിച്ചു. അതോടെ റെക്കോർഡിങ്ങിന് പോയില്ല. അതിൽ ബാബുരാജിന് വിഷമമുണ്ടായിരുന്നു. ആ സിനിമയിൽ തന്നെ ശാരംഗപാണി എഴുതി G രാമനാഥൻ സംഗീതം നൽകിയ ആനക്കാര ആനക്കാര ആരെ കാണാൻ എന്ന പാട്ട് എന്നെ കൊണ്ടാണ് പാടിച്ചത്. അഭയദേവ് എഴുതിയ ശാന്തി നിവാസിലെ പാട്ടുകൾ പാടാൻ വിളിച്ചപ്പോഴായിരുന്നു മറ്റൊരു ദുരനുഭവം. അന്ന് അരുണാചലം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു സംഗീത സംവിധായകന് മറ്റൊരാളെ കൊണ്ട് പാടിക്കാനായിരുന്നു താല്പര്യം. അഭയദേവിന് എന്നെ കൊണ്ട് പാടിക്കണമെന്നും. ഒടുവിൽ ആ സംഗീത സംവിധായകന്റെ ഇടപെടൽ കൊണ്ടാകണം സൗണ്ട് എഞ്ചിനീയർ മൈക്കിന് മുന്നിലോട്ടും പിന്നിലോട്ടുമെല്ലാം മാറ്റി നിർത്തി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ശരിയാവുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ എത്ര ബുദ്ധിമുട്ടിയാലും എന്നെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് അഭയദേവ് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. പിൽക്കാലത്ത് അതേ സ്റ്റുഡിയോ ഞാൻ വാങ്ങിയപ്പോഴും പണ്ടെന്നെ ബുദ്ധിമുട്ടിച്ച സൗണ്ട് എഞ്ചിനീയർ അവിടെയുണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ എന്നറിയില്ല. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടൊന്നുമില്ല. പ്രായത്തിന്റെ അവശത മൂലം വിരമിക്കാൻ സന്നദ്ധത അറിയിക്കും വരെ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ 800 രൂപ തന്ന് സഹായിച്ചത് P ഭാസ്കരൻ മാഷാണ്. മത്തായി 16 രൂപ തന്ന പോലെ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത്. ആ 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. അപ്പച്ചന്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടുമില്ല. പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുമുണ്ട്. പാടുമ്പോൾ മനസംതൃപ്തിയാണ് പ്രധാനം. പാട്ട് റെക്കോർഡ് ചെയ്ത ശേഷം സിനിമ തന്നെ ഇറങ്ങാതിരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറെ കഷ്ടപ്പെട്ട് പഠിച്ച് ഏറെ ബുദ്ധിമുട്ടി പാടിയതാണ് ഹിന്ദിയിലെ ടാൻസൻ എന്ന ചിത്രത്തിലെ ഷഡജനെ പായ എ വരദൻ എന്ന് തുടങ്ങുന്ന 13 മിനിറ്റോളം നീളുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഗാനം. അതുൾപ്പെടെ രവീന്ദ്ര ജെയിൻ ഒരുക്കിയ ആ സിനിമയിലെ 9 പാട്ടുകളും എന്നെ കൊണ്ടാണ് പാടിച്ചത്. പക്ഷേ ആ സിനിമ തന്നെ പുറത്തിറങ്ങിയില്ലെന്നത് എക്കാലത്തെയും വലിയ സങ്കടമാണ്. പക്ഷേ അതിലൊന്നും വിഷമിക്കാറില്ല. നമ്മുടെ ജോലി 100% ആത്മാർത്ഥതയോടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആ പാട്ടിന്റെ വിധിയാണ്. തുടക്കകാലത്ത് ഉദയഭാനുചേട്ടൻ പാടാൻ നിശ്ചയിച്ചിരുന്ന അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനം അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി എനിക്ക് പാടാനുള്ള നിയോഗം വന്നത്. മടിച്ചു നിന്ന എന്നെ ഉദയഭാനുചേട്ടൻ തന്നെ നിർബന്ധിച്ചാണ് പാടിച്ചത്. അത് വലിയ ഹിറ്റായി. ഓരോ പാട്ടിനും ആര് പാടണമെന്ന് ഒരു വിധിയുണ്ടെന്ന് മനസ്സിലായത് അന്നാണ്. തിരക്കേറിയ കാലത്തൊക്കെ 5ഉം 10ഉം പാട്ടുകളൊക്കെ ദിവസവും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 11 പാട്ടുകൾ പാടിയത് ഓർമ്മയുണ്ട്. ചെന്നൈയിലെ 4ഓ 5ഓ സ്റ്റുഡിയോകളിലായിരുന്നു അത്. പല ഭാഷകളിലുള്ള പാട്ടുകളാണ്. എല്ലാം നേരത്തെ തന്നെ പഠിച്ചിരുന്നു. അന്നൊക്കെ പാട്ടും പശ്ചാത്തല സംഗീതവും ഒറ്റ ട്രാക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒരാൾ തെറ്റിച്ചാൽ പോലും വീണ്ടും പാടേണ്ടി വരും. പലരും പ്രചരിപ്പിക്കും പോലെ എന്നെ ആരും ഹിന്ദി സിനിമയിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഓടിച്ചതൊന്നുമല്ല. എന്റെ തിരക്കായിരുന്നു പ്രശ്നം. അന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു റെക്കോർഡിംഗ്. തിരുവനന്തപുരത്ത് തരങ്കിണി സ്റ്റുഡിയോ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടും തിരക്കേറെയുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളതുപോലത്തെ ഒട്ടേറെ പാട്ടുകൾ പാടാൻ ഇവിടെ തന്നെ അവസരമേറെയായിരുന്നു. അതിനിടെ ബോംബെയിൽ പോയുള്ള റെക്കോർഡിംഗ് ബുദ്ധിമുട്ടായപ്പോൾ പല പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്ന രവീന്ദ്ര ജെയിൻ മാത്രമാണ് കാത്തിരുന്ന് എന്നെ കൊണ്ട് പല പാട്ടുകളും പാടിച്ചത്. അതിലൊന്നും നഷ്ടബോധമില്ല. ചെറുപ്പത്തിൽ മുഹമ്മദ് റഫിയുടെ പാട്ടുകളോടായിരുന്നു ആരാധന. അദ്ദേഹത്തെ പോലെ പാടണമെന്നായിരുന്നു അക്കാലത്ത് എല്ലാവരുടെയും ആഗ്രഹം. ഓ ദുനിയാക്കെ രഹുവാലെ അടക്കം ഏറെ പാടിയിട്ടുള്ളതും അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. സിനിമയിൽ പാടി തുടങ്ങിയ ശേഷം മറ്റാരെങ്കിലും പാടിയ ഏതെങ്കിലും പാട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച പോലത്തെ പാട്ടുകൾ യഥേഷ്ടം എന്നെ തേടി വന്നിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, ഒറിയ, മറാത്തി തുടങ്ങി മിക്ക ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ്, അറബി, ലത്തീൻ, റഷ്യൻ തുടങ്ങിയ ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട്. ഹിന്ദിയിൽ കുറച്ചു മാത്രം പാട്ടുകൾ കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചത് ലക്ഷക്കണക്കിന് ആരാധകരെയാണ്. ലക്ഷ്മികാന്ത് പ്യാരേലാൽ, രാം ലക്ഷ്മൺ, RD ബർമൻ, കല്യാൺജി ആനന്ദ്ജി, സലിൽ ചൗധരി, രവീന്ദ്ര ജെയിൻ, നൌഷാദ് തുടങ്ങിയ മഹാരഥന്മാരെന്ന് വിളിക്കപ്പെടുന്ന സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് യേശുദാസ് പാടിയെന്നത് മറ്റൊരു ചരിത്രം.